മച്ചന്മാരെ ഇന്ന് എനിക്ക് വന്നേക്കുന്നത് അശോക് ലേലാൻഡ് ബസ് ഓയിൽ സർവീസാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന എൻജിൻ ഓയിൽ റീപ്ലേസ്മെൻറ്റ്, ഓയിൽ ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റാണ് ഇന്ന് വന്നേക്കുന്ന വർക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ എല്ലാ സർവീസും ചെയ്യുന്ന ടൈമിൽ നമ്മൾ എല്ലാത്തിൻ്റെയും കണ്ടീഷൻസ് ചെക്ക് ചെയ്തിരിക്കണം. എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എല്ലാ ടോപ്പ് A to Z ചെക്ക് ചെയ്തിരുന്നു. ലൈനറിൻ്റെ കണ്ടീഷനെ, പിന്നെ നോയ്സ് എന്തെങ്കിലും ഉണ്ടോ, ഫാൻ ബെൽറ്റിൻ്റെ, വാട്ടർ പിന്നെ എല്ലാത്തിനും ചെക്ക് ചെയ്തിരുന്നു. ഇതിനകത്ത് നമ്മൾ ഇത് സൈഡിൽ കണ്ടതാണ് ഓയിൽ ഫിൽറ്റർ. ഇത് ഈ കാണുന്നതാണ് ഡീസൽ ഫിൽറ്റർ. ചെറുതായിട്ട് ലീക്ക് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യണം. ആ ഡ്രെയിൻ ചെയ്യുന്ന ആ ഭാഗത്തുനിന്ന് ലീക്ക് ഉണ്ട്. പിന്നെ എയർ ഫിൽറ്റർ ഈ സൈഡ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ സൈഡ് കവർ തുറക്കാൻ പറ്റുന്ന കേട്ടോ. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓയിൽ എന്തായാലും ഇതാണ് നമ്മൾ ഇതിനകത്ത് എലമെൻ്റാണ്, ഫിൽറ്റർ എലമെൻ്റാണ് വരുന്നത്. ഇത് ബോഡിയാണ്, അതിനകത്ത് ഫിൽറ്റർ എലമെൻ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. എഞ്ചിൻ ഓയിൽ നമുക്ക് അഴിച്ചു വിടാം. ഡ്രെയിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആ ടൈമിൽ നമുക്ക് ഇതെല്ലാം ഡ്രെയിനായി കിടക്കും. ഓക്കെ, പിന്നെ ബാക്കിയുള്ള സമയത്ത് ഇതിനകത്ത് AC എഞ്ചിൻ വരുന്നുണ്ട് കേട്ടോ. AC എഞ്ചിൻ സൈഡിലായിട്ട് വരുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. അതും സർവീസ്, അതിനും ഓയിൽ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഓയിൽ ഫിൽറ്ററും ചേഞ്ച്, അത് മാത്രമേ നമുക്ക് വർക്ക് ഓർഡർ വന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഈ സൈഡ് വഴി നമുക്ക് എയർ ഫിൽറ്റർ ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് തുറന്നിട്ട് നോക്കാം. എൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നല്ലതായിരുന്നു. ഇതാണ് ഓയിൽ ഫിൽറ്റർ AC എഞ്ചിൻ്റെ. ഇത് മെയിൻ എഞ്ചിൻ്റെ ഓയിൽ ഫിൽറ്റർ. നമ്പർ, പാർട്സ് നമ്പർ ഇതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, ഈ സൈഡ് വഴി നമുക്ക് AC എഞ്ചിൻ ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് ഓയിൽ സർവീസ് മാത്രമേ, ഈ സൈഡ് കവർ തുറന്നിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ AC എഞ്ചിൻ സർവീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ കൂളിങ് കാര്യങ്ങൾ എങ്ങനെയുണ്ടോ, ഓപ്പറേഷന് എന്തെങ്കിലും നോയ്സോ കാര്യങ്ങളോ ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ മോസ്റ്റ്ലി എല്ലാ സർവീസിലും നമ്മളെല്ലാ ഫ്ലൂയിഡ്സും ചെക്ക് ചെയ്തിരിക്കണം മസ്റ്റായിട്ടും. ഇതാണ് എൻ്റെ കണ്ടീഷൻ. സൈഡിൽ കണ്ടതാണ് ഡീസൽ, ഇത് എയർ ഫിൽറ്റർ. ഓക്കെ, ഡീസൽ നല്ല ടൈറ്റാണ്, കൈക്കൂരില്ല. പിന്നെ ഈ കാണുന്ന ബ്ലൂ കളറാണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഓക്കെ, ഇത് മെയിൻ എഞ്ചിൻ്റെ ഓയിൽ ഫിൽറ്ററാണ്. ഇതിടാന്നൊരു ശ്രദ്ധിക്കണം, താഴെയായിട്ടൊരു ഓറിങ് വരുന്നുണ്ട് കേട്ടോ. അത് ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഓയിൽ ഫുള്ള് ലീക്കായി ഒഴി പൊക്കോളും. ഓക്കെ, അതിട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഈ ഓയിൽ ഫിൽറ്ററിന് പൊസിഷൻ ഉണ്ട് കേട്ടോ, മറന്നുപോലെ. ഇതിട്ടതിന് ശേഷം നമ്മളതിലായിരിക്കുന്ന സ്പ്രിങ് ഇല്ലേ, അതെടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്ലേറ്റ് വാഷർ. ഓക്കെ, അതിട്ടതിന് ശേഷം ഈ ഇത് നോക്കിക്കോണം, എൻ്റെ ഈ ചെറിയ ഭാഗം ഉണ്ടല്ലോ, അത് നേരെ താഴേക്ക് പോകും. അത് കറക്റ്റ് പൊസിഷൻ നോക്കി ഇട്ടേക്കണം. ഇത് സെയിം ആ പൊസിഷനിൽ വരും. പിന്നെ ഓറിങ്. ഓക്കെ, ഫൈനൽ ഔട്ട്പുട്ട് ഇത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, പിന്നെ ഞാൻ എഞ്ചിൻ ഓയിൽ ആൾറെഡി ടോപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ടോപ്പ് ചെയ്യാൻ എടുക്കുക. ടോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കി കുറച്ച് നേരം ഒന്ന് ഐഡിൽ വെച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഓഫ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുക. എന്നിട്ട് മാത്രമേ കൺഫേം ചെയ്യൂ. ഇത് ഞാൻ ആൾറെഡി ഡ്രെയിൻ ചെയ്യുന്നുണ്ട്.